സോറി. എന്താ ഒരു പ്രത്യേകതരം റിച്വൽ? ഇത് മുത്തശ്ശി പഠിപ്പിച്ചെന്നൊരു മന്ത്രമാ. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ. എങ്ങനെ? അതായത് ഇല MVSൽ വീണാൽ മോഹിനി വർമ്മ എന്ന പെൺകുട്ടിയെ ഞാൻ കാണുമെന്നാണ്. പക്ഷെ ഇല വീണത് നോയിൽ, അതിനർത്ഥം മോഹിനിയെ ഞാൻ കാണില്ലെന്നാ. ഇതൊരിക്കലും തെറ്റിയിട്ടില്ല. ഹരികൃഷ്ണന്മാർക്ക് മോഹിനി വർമ്മയെ എന്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റില്ല. നോക്കാം. ശ്രമിച്ചോളൂ, പക്ഷെ നടക്കില്ല. അയ്യോ, ഇത് മായച്ചേക്കിട്ട് ആരെയും കാണിക്കാൻ പാടില്ലെന്നാ. ഇരിക്കെ, ആദ്യം ചായ കുടിക്കാം. എല്ലാം കരുതിയിരിക്കുകയാണല്ലോ മീര. നമ്മള് സുഹൃത്തുക്കളായി കഴിഞ്ഞില്ലേ? അതിനപ്പുറം. അതെ അതെ, അതിനും അപ്പുറം. മോഹിനിയുടെ കത്തുകളും കവിതകളും തരാം. ഇരിക്കെ. കവിതകൾ വായിക്കാൻ ലേശം കവിതാബോധമൊക്കെ വേണം. അതെ അതെ, ചെറുപ്പം മുതലേ ഭാഗ്യത്തിന് എനിക്കതുണ്ട്. ഐ എം സോറി. വേണ്ട, ഞാൻ തുടച്ചു തരാം. അതിലും വീണോ? കൂട്ടുകാർക്കുണ്ടല്ലോ നല്ല സമാനത. ചായ കുടിക്ക. വല്ലാത്ത ചൂടൊന്ന് ആറിക്കോട്ടെ, എന്നിട്ട് കുടിക്കാം. ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ച് തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. ഇതാണ് മോഹിനിയുടെ കത്തുകളും കവിതകളും. ചായ കുടിക്കേ. മോഹിനിയുടെ കവിതകളില് 20 എണ്ണം പ്രത്യേകം തെരഞ്ഞെടുത്ത് വച്ചിരുന്നു ഗുപ്തൻ. നേരിൽ കാണുമ്പോ അനുവാദം വാങ്ങി പ്രസിദ്ധീകരിക്കാൻ. മോഹിനിയെ കണ്ട അനുവാദം വാങ്ങിയില്ലെങ്കിൽ ആ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാ മലയാള കവിതയ്ക്ക് പണിഞ്ഞു വെച്ചിട്ടും അണിയാൻ കഴിയാത്ത തങ്കത്താലി പോലെ ആയിപ്പോകും ഈ കവിതകള്. മീരയുടെ ആ മനോഹര സങ്കല്പം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തങ്കത്താലി എന്ത് വില കൊടുത്തും ആ മാറിൽ തന്നെ ചാർത്തും. ആ താലി ചാർത്തുന്ന കൈകൾ മീര ഒട്ടും സംശയിക്കണ്ട, അത് ഈ ഹരികൃഷ്ണൻസിന്റേതായിരിക്കും. എത്രയും വേഗം നിങ്ങൾക്കത് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാ ഇപ്പോഴെനിക്ക്. ഇപ്പോ ഞങ്ങൾക്ക് പ്രാർത്ഥനയല്ല, അതൊരു വാശിയാണ്. അതെ, വാശിയാണ്. മീരെ, ഈ കവിതകളൊക്കെ ഞങ്ങളൊന്ന് കൊണ്ടുപോവുകയാണ്. മിസ്സാക്കരുതൊന്നും. ഇല്ല. മീര, ആ പാലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടിയും ഇതാണോ അതോ റോസ് വുഡ് ആണോ? ഏത് പാലം? അത് പ്ലീസ് കം. മീര, ഒരു മിനിറ്റ്. ഈ കുടിൽ പരമ്പരാഗതമായ കുടിൽ നിർമ്മാണ ശൈലിയിൽ കെട്ടിച്ചതാണോ അതോ ജാപ്പനീസ് ഹട്ട് നിർമ്മാണ ശൈലിയുടെ ഏതെങ്കിലും പുതിയ പാറ്റേൺ അങ്ങനെ വല്ലതും? ഇത് സാധാരണ. മീര, ആ മെക്സിക്കൻ സ്നോ ഫ്ലവർ അല്ലേ, അത് എവിടെ നിന്ന് കൊണ്ടുവന്നാണ്? പ്ലീസ് കം. കൃഷ്ണ, നമുക്ക് പോണ്ടേ? പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. വാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. ഒരു ലീഗൽ ബാറ്റിനിടയിൽ കണ്ടുമുട്ടിയതാണെങ്കിലും കോടതിക്കും വകുപ്പുകൾക്കും ഒക്കെ അപ്പുറം നമുക്ക് പോണ്ടേ, ഒരുപാട് ജോലികളല്ലേ. പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മീര, മീരയ്ക്ക് ഏത് തരം സഹകരണം വേണമെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, ഒരു ഫ്രണ്ട്.